നമ്മുടെ മക്കൾ അനാശാസ്യകരമായ അല്ലെങ്കിൽ ആശ്വാസകരമല്ലാത്ത ഏതെങ്കിലും ഒരു സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ പെടുക, അത് നമ്മുടെ സ്നേഹിതരായാൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായാൽ ആരെങ്കിലും ഒരാൾ അവരെ സമീപിച്ചിട്ട് നിങ്ങളുടെ മക്കൾ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളതങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയും ആ പറയുന്നവരെ ശത്രുവായി കാണുന്ന ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമുക്കത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അവരുടെ തെറ്റുകളെ അവരുടെ തിരുത്തേണ്ട മാതാപിതാക്കൾ ന്യായീകരിക്കുക എന്നത്. ആ ന്യായീകരണം പലപ്പോഴും അവരെ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. ഞാനിത് പറയാൻ കാരണം, ഈ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പാണ് നമ്മുടെ കേരളത്തിൽ നടന്ന പോലീസുകാർ നടത്തിയ ഒരു മയക്കുമരുന്ന് വേട്ടയിൽ NDAയുടെ ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ പെടുന്നത്. അത് വലിയ വാർത്തയായി. പക്ഷേ പിന്നീട് ഒരു പിതാവ് എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു വലിയ സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ തെറ്റ് ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു. അതിനെ കണ്ടുപിടിച്ച് എൻ്റെ കയ്യിലെത്തിച്ച എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ മകൻ്റെ തെറ്റ് തിരുത്താൻ ഞാൻ അവനെ ഉപദേശിക്കുകയും അവൻ തെറ്റ് ചെയ്യില്ല എന്ന് എന്നോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ്റെ കൂട്ടുകാരും കൂടെ പിടിക്കപ്പെട്ട കൂട്ടുകാരും അങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ മഹനീയമായൊരു മാതൃകയാണ് ഇതൊരു പിതാവ് ചെയ്യേണ്ട മാതൃക. തെറ്റ് ചെയ്താൽ പിതാവിന് എത്ര സ്വാധീനമുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും ആ തെറ്റിൽ നിന്ന് മകനെ രക്ഷിക്കാൻ അത് ഉപയോഗപ്പെടുത്തില്ല എന്ന ഒരു വാക്ക് കുട്ടികളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ സരിക്കത്ത് ഫാത്തിമ ബിന്തു മുഹമ്മദ് ലഖത്തഅത യദഹ. എൻ്റെ പ്രിയപ്പെട്ട മകൾ, എൻ്റെ കരളിൻ്റെ കഷണമായ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന്. അത് വെറും ഒരു വാക്കല്ല. തൻ്റെ മകളോട്, നിൻ്റെ പിതാവ് എത്ര ഉന്നതനാണെങ്കിലും, നിൻ്റെ പിതാവ് ചോദ്യം ചെയ്യപ്പെടാത്ത ആളാണെങ്കിലും, നിൻ്റെ പിതാവിന് എത്ര സ്വാധീനമുണ്ടെങ്കിലും നീ മോഷ്ടിച്ചാൽ നിൻ്റെ കൈ ഞാൻ മുറിച്ചിരിക്കും എന്ന താക്കീതാണ്. ആ താക്കീതാണ് നമ്മുടെ മക്കളെ എപ്പോഴും തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെ മാതൃകയുള്ള മാതാപിതാക്കളാവാൻ ഈ കാലത്ത് നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്.